വെൽക്കം ടു ലേൺ 360. ഇന്ന് ഭരണഘടനാ ഭേദഗതികൾ അല്ലെങ്കിൽ അമെൻമെൻറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് പാർട്ട് ഫസ്റ്റ് വീഡിയോ ആണ്. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പഠിക്കാം. ഭരണഘടനാ ഭേദഗതികൾ അല്ലെങ്കിൽ അമെൻമെൻറ്റ്സ്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി കടം കൊണ്ടത്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 368. ഭാഗം 20. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് അധികാരമാർക്കാണ്? പാർലമെൻറ്റിനാണ് അധികാരമുള്ളത്. ഇന്ത്യൻ ഭരണഘടന 3 രീതിയിലാണ് ഭേദഗതി ചെയ്യാവുന്നത്. ഒന്നാമത്തേത് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി. രണ്ടാമത്തേത് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയോടെയുള്ള ഭേദഗതി. മൂന്നാമത്തേത് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയുമുള്ള ഭേദഗതി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന 3 രീതിയിലാണ് ഭേദഗതി ചെയ്യാം. ഒന്നാമത്തേത് കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി. രണ്ടാമത്തേത് സ്പെഷ്യൽ മെജോറിറ്റി കൂടെയുള്ള ഭേദഗതി. മൂന്നാമത്തേത് സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയുള്ള ഭേദഗതി. അടുത്തത് ഒന്നാമത്തെ ഭേദഗതി. ഇത് 1951 ഒന്നാമത്തെ ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഈ സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. ഒന്നാമത്തേത് 9ാം പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂള് കൂട്ടിച്ചേർത്തു. 9ാം ഷെഡ്യൂളിൽ പറയുന്നത് എന്താ? ഭൂപരിഷ്കരണം, സംസ്ഥാനങ്ങളുടെ പ്രത്യേകതരം നിയമങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. അപ്പോൾ 9ാം പട്ടികയാണ് ഇവിടെ കൂട്ടിച്ചേർത്തത്. അതുപോലെ രണ്ടാമതായി അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണമിട്ടു. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തു. ഒന്നാമത്തേത് 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. രണ്ടാമത്തേത് അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തു. അതായത് അനുച്ഛേദം 31A 31B എന്നിവയും കൂട്ടിച്ചേർത്തു. അടുത്തത് 7ാമത്തെ അമെൻമെൻറ്റ്. ഇത് 1956 ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഈ സമയത്തും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. ഇവിടെ ഒന്നാമതായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. രണ്ടാമതായി ഒരു വ്യക്തിയെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാവുന്നു എന്നാണ് വ്യവസ്ഥ ചെയ്തത്. ഒന്നാമതായി ഭാഷാ സംസ്ഥാനം പുനഃസംഘടിപ്പിച്ചു. രണ്ടാമതായിട്ട് ഒരു വ്യക്തിയെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾ ഗവർണറായി നിയമിക്കാം എന്ന വ്യവസ്ഥയാണ് കൊണ്ടുവന്നത്. പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് ഭരണഘടനാ ഭേദഗതി എത്രാമത്തേതിലൂടെയാണ്? ഉത്തരം 7ാം ഭേദഗതി. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 7ാം ഭേദഗതി. അടുത്ത ഭേദഗതി 9ാമത്തെ അമെൻമെൻറ്റ്. 1960. 1958 ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം ബറുബാറി യൂണിയൻ, അതായത് ഇത് പശ്ചിമ ബംഗാളിലെ പ്രദേശമാണ്, പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്തു. എന്നൂടെ പറയാം. 1958 ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം ബറുബാറി യൂണിയൻ, അതായത് പശ്ചിമ ബംഗാളിലെ ഒരു പ്രദേശമാണിത്, പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്തു. അപ്പോൾ നമ്മൾ 3 അമെൻമെൻറ്റ്സ് ആണ് പഠിച്ചത്. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഒന്നാമത്തേത് 1951 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തു. അടുത്തത് 7ാമത്തെ അമെൻമെൻറ്റാണ് 1956. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഒരു വ്യക്തിയെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാവുന്നു എന്ന് വ്യവസ്ഥ ചെയ്തു. അടുത്തത് 9ാമത്തെ അമെൻമെൻറ്റാണ് 1958 ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം ബറുബാരി യൂണിയൻ എന്ന പ്രദേശം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്തു. ഈ 3 അമെൻമെൻറ്റ് നടക്കുമ്പോഴും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. അടുത്തത്
10ാമത്തെ അമെൻമെൻറ്റ് 1961. പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്ന ദാദ്ര നഗർ ഹവേലിയെ കേന്ദ്രഭരണ പ്രദേശമായി ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. എന്താണ്? പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്ന ദാദ്ര നഗർ ഹവേലിയെ കേന്ദ്രഭരണ പ്രദേശമായി ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. ഈ സമയവും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. അടുത്തത് 11ാം ഭേദഗതി 1961. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വഴി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിരുന്ന രീതി മാറ്റി ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തി. അപ്പോൾ ഇലക്ട്രൽ കോളേജാണ് ഇവിടെ ഏർപ്പെടുത്തിയത്. ഇതെന്തിനു വേണ്ടിയാണ്? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വഴിയായിരുന്നു ഉപരാഷ്ട്രപതിയെ ഇതിനു മുന്നേ വരെ തിരഞ്ഞെടുത്തിരുന്നത്. ആ രീതി മാറ്റി ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തി. ഇവിടെയും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. അടുത്ത അമെൻമെൻറ്റ് 12ാമത്തെ അമെൻമെൻറ്റ് 1961. പോർച്ചുഗീസുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഗോവ, ദാമൻ ആൻഡ് ദിയു കേന്ദ്രഭരണ പ്രദേശമായിരുന്നു എന്നിവ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. പോർച്ചുഗീസുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. ഈ സമയവും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. അപ്പോൾ നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. 1ാമത്തെ ഭരണഘടനാ ഭേദഗതി മുതൽ 12ാമത്തെ ഭേദഗതി വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. 10ാമത്തെ ഭേദഗതി 1961 പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്ന ദാദ്ര ആൻഡ് നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശമായി ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. അടുത്തത് 11ാമത്തെ ഭേദഗതി, അതും 1961. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വഴി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിരുന്ന രീതി മാറ്റി ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തി. 12ാമത്തെ ഭേദഗതി, ഇതും 1961. പോർച്ചുഗീസുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഗോവയും ദാമൻ ആൻഡ് ദിയുവും കേന്ദ്രഭരണ പ്രദേശമായി ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ 10ഉം 11ഉം 12ഉം ഭേദഗതി 1961 നടക്കുന്നത്. അതുപോലെ 1ാമത്തെ ഭേദഗതി മുതൽ 12ാമത്തെ ഭേദഗതി വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. അടുത്തത് 13ാമത്തെ ഭേദഗതി 1962. അനുച്ഛേദം 371A പ്രകാരം നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണം. അനുച്ഛേദം 371A പ്രകാരം നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണം. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും എന്നാൽ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനുമാണ്. അടുത്ത അമെൻമെൻറ്റ് 14ാമത്തേത്. ഇത് 1962 പുതുച്ചേരിയെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ അനുച്ഛേദം 239A കൂട്ടിച്ചേർത്തു. പുതുച്ചേരിയെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 239A കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ കാലയളവിലും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനുമാണ്. അപ്പോൾ മുന്നേ പഠിച്ചത് 13ാം ഭേദഗതിയിൽ പഠിച്ചത് 371A പ്രകാരമാണ് നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണം പറഞ്ഞത്. അടുത്തത് ഇവിടെ 14ാം ഭേദഗതിയിൽ അനുച്ഛേദം 239A ആണ് കൂട്ടിച്ചേർത്തത്. 13ഉം 14ഉം 1962. അടുത്തത് 15ാം ഭേദഗതി 1963. ഈ കാലയളവിലും ജവഹർലാൽ നെഹ്റുവാണ് പ്രധാനമന്ത്രി, പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്നും 62 ഉയർത്തി. ഹൈക്കോടതികളുടെ സിറ്റിങ്ങിൽ വിരമിച്ച ജഡ്ജിമാരെ നിയമിക്കാം എന്ന് വ്യവസ്ഥ ചെയ്തു. അനുച്ഛേദം 224A പ്രകാരമാണ് ഈ വ്യവസ്ഥ കൊണ്ടുവന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്ന് 62 ഉയർത്തി. ഹൈക്കോടതികളുടെ സിറ്റിങ്ങിൽ വിരമിച്ച ജഡ്ജിമാരെ നിയമിക്കാമെന്ന വ്യവസ്ഥ ചെയ്തു. അനുച്ഛേദം 224A പ്രകാരം. ഇവിടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനും. വർഷം 1963. തുടർന്നുള്ള വീഡിയോകൾ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്